അല്ലാതെ വിടാവോ? ഒന്ന് കൈ പിടിക്കാവോ? ഏതാ വെട്ടമുണ്ട്. ഇതോ? കേറാൻ താമസം ഉണ്ടായിരിക്കും. ഇതെല്ലാം നമുക്ക് സംസാരിക്കാം അല്ലേ? കുഴപ്പമില്ല, ആളുകൾ വരുന്നത് നമുക്ക് ഇങ്ങോട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനുഷ്മണിയാണ്. ഞാനിപ്പോഴും പത്തനംതിട്ടയിൽ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ വള്ളംകുളത്താണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ ഉദയകുമാർ ആചാര്യയുടെ വീട്ടിലാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ നമ്മളൊരു ഫേസ്ബുക്ക് ലൈവ് നമ്മുടെ പേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മ്യൂസിക് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓമലൂർ നിന്നുള്ള ആതിര സുരേഷ് ആയിരുന്നു നമുക്ക് വേണ്ടി ലൈവ് ഉള്ളത്. അതിൽ ഞാനും ഉണ്ടായിരുന്നു, നമ്മുടെ സഹപ്രവർത്തകരും 1-2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ലൈവ് വളരെ വിജയകരമായിരുന്നു. എന്തായാലും ഇന്നലത്തെ ലൈവിൽ കൂടിയും കുറച്ച് നമ്മുടെ രതീഷ് നാരായൺ ചികിത്സാ സഹായ നിധിയിലേക്ക് കുറച്ച് ആളുകൾ കൂടി സംഭാവനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇന്നലത്തെ ലൈവിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് കിട്ടുന്ന തുകയുടെ ആദ്യത്തെ ഗഡു നമ്മൾ ഇന്ന് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടുള്ളത്. അപ്പം എന്നോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ട്രസ്റ്റിൻ്റെ ട്രഷറർ ശ്രീ മഹേഷ് മണി ഏഴംകുളം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഉദയകുമാർ ആചാര്യ അദ്ദേഹവും ഉണ്ട്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ കമ്മിറ്റി മെമ്പർ നമ്മുടെ പ്രകാശ് അടൂരുണ്ട്, അദ്ദേഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ അഡ്മിന് നമ്മുടെ ബീനാകൃഷ്ണൻ തിരുവല്ലയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ബീനയുടെ മകനുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട്, നമ്മുടെ രതീഷ് നാരായണൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം. ഈ നിൽക്കുന്നത് നമ്മുടെ ഉദയമാജിയുടെ വൈഫാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു ദിവസം ഇങ്ങനെ കാര്യം ചെയ്യുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രസ്റ്റ് ഇതുവരെ സമാഹരിക്കാൻ സാധിച്ച തുക നമ്മൾ ഇപ്പം ട്രസ്റ്റിൻ്റെ ചെക്കായിട്ട്, ക്യാഷ് ചെക്കായിട്ട് ഇപ്പോൾ കൈമാറുകയാണ്. അതിനുള്ള കാര്യങ്ങളെ കിടക്കുകയാണ്. കാരണം ഇത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചെക്ക് കൈമാറിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അതിൻ്റെ ഒരു നടപടിക്രമത്തിലേക്ക് കടക്കാം. നമ്മുടെ ചെക്ക് ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വന്നിട്ടുള്ള തുക എഴുതണം. അപ്പോൾ അത് ഒപ്പൊക്കെ ഇട്ട് അത് റെഡിയാക്കണം. അപ്പോൾ അത് കൈമാറുന്ന ഒരു ചടങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും ഇതൊന്ന് കറക്റ്റായിട്ട് ചേച്ചി ഇവിടോട്ട് വാ. നമ്മുടെ ട്രസ്റ്റിൻ്റെ ചെക്ക് നമ്മുടെ തുക എത്ര? 72,000 അല്ലേ? ഓക്കെ. ഇന്ന് 14 അല്ലേ? 15-ാം തീയതി. ഇന്ന് 14 അപ്പോൾ നമുക്ക് നാളത്തെ ഡേറ്റ് വെക്കാം. നാളത്തെ ഡേറ്റ് തൊട്ട് 3 മാസത്തിനുള്ളിൽ മാറാമെന്നുള്ളതാണ്. 07/2024. തെറ്റിയില്ലേ? പേക്കകത്ത് എഴുതിക്കുന്നത്, പേക്കകത്ത് എന്താ ആരുടെ പേര് എഴുതണ്ടേ? ഇവിടെ പേരാകും. അതിൻ്റെ താഴെയാണ്. അത് കുഴപ്പമില്ല. പോയി
ഏതാ പേര് പേര് ഏതിനകത്താ ആളുടെ പേര് വരുന്നത്? കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമാവും. പിന്നെ വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചെക്ക് മിക്കവാറും ബൗൺസാവും. ബൗൺസാവും. കുറേ വർഷമായ സാധനം താഴെ ഉള്ളത് അക്കൗണ്ട് പേര് അതെ അതെ എനിക്ക് സൗത്ത് ഇന്ത്യൻ അക്കൗണ്ട് ഉണ്ടല്ലേ. അപ്പൊ അതാകുമ്പോ വേഗം ഇത് ചെയ്ത് കിട്ടും, പാസ്സാവും. ഇത് അങ്ങോട്ട് തിരികെ ഉണ്ടല്ലേ. അപ്പം അക്കൗണ്ട് ഫോൺ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇയാളുടെ പേര് പറ. രഞ്ജിനി നാരായണൻ. കറക്റ്റ് സ്പെല്ലിംഗ് പറഞ്ഞു. ഇങ്ങനല്ലേ രഞ്ജിനി RENJINI നാരായണൻ. രഞ്ജിനി നാരായണ. കെയർ ഓഫ് രതീഷ് ഇട്ടോട്ടെ. ഇത് പിന്നെ ചാർജിന്റെ ഇത് വന്നായിരുന്നു, അതൊന്ന് ഇതാക്കിയാൽ മതി. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്ക് ആയിട്ടുണ്ട്. ഒന്ന് കാണിച്ചു ഇതിലോട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രതീഷ്ണാഥൻ്റെ ഈ സഹായനിധിയിലെ ആദ്യഘട്ടത്തിൽ നമുക്ക് 72,000 രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. 72,000 രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പം ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ കൈമാറുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് അടുത്ത് തന്നെയാണ്. വീഡിയോ കിട്ടുമോ? കിട്ടും. ഇതിലൂടെ നമ്മുടെ സഹപ്രവർത്തകരെല്ലാവരും അതുകൊണ്ട് ക്ഷണിക്കുകയാണ്. ഇവിടെ വന്നിട്ട് കിട്ടുമല്ലേ? ലൈറ്റ് ഉണ്ടോ? കുഴപ്പമില്ല. എടുത്തതിന് ശേഷം പിന്നെ അളിയുടെ നിൽക്കാം. ചേച്ചി ഇവിടെ ചേച്ചി ഇവിടെ
നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്നോ. അല്ല മാറി പോകണ്ട, ചേച്ചി ഇങ്ങോട്ട് ഇരിക്കുക, ഇവരെ അടുത്ത് ഇരിക്കട്ടെ. ഉദയമാർച്ചയോട് എല്ലാവരും ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഹേഷ് കിട്ടുമോ? ഭക്ഷണം കിട്ടും. കിട്ടുമോ? ശുഭസൗഹൃദവേദിയുടെ ഈ ഒരു സഹായം നിധി നിങ്ങളെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഇവിടെ നമ്മുടെ ഭവാന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്നാണ് കൈമാറുന്നത്. അപ്പം നമ്മളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ ഒരു ചെക്ക് നമ്മളെ സഹോദരിക്ക് കൈമാറുകയാണ്. അപ്പം ഓക്കെ, സന്തോഷം. അപ്പം ചേച്ചിയുടെ മകന് പിന്നെ എത്രയും വേഗം തന്നെ സുഖമാകാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അതുകൊണ്ട് തന്നെ പ്രകാശ് ഇങ്ങോട്ട് വന്നോ. അപ്പോൾ ഇത് നമ്മുടെ ട്രസ്റ്റ് കൊടുക്കുന്ന ആദ്യ ഒരു ഗഡുവാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ഈ രതീഷ് നാരായണനെ സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണമെന്നുള്ളൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. കാരണം കിഡ്നി മാറ്റി വെക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിന് വളരെയേറെ ചിലവ് ഉള്ളൊരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും കഴിയുന്ന രീതിയിൽ നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക്, അക്കൗണ്ടിലേക്ക് നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ അയച്ചു തരിക. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു സഹോദരി രതീഷ് നാരായണൻ്റെ അമ്മയുടെ കയ്യിൽ കൃത്യമായിട്ട് തന്നെ നമ്മളിത് കൈമാറുന്നതായിരിക്കും. കാരണം ഈ കുറേ പേര്, കാരണം ഇന്നലെ ലൈവ് ഇട്ടതിന് ശേഷം കുറേ പേര് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലൊക്കെ അവർ കഴിയുന്ന സംഭാവനകൾ അയച്ചു തരാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കൈമാറുക. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരെ അപ്പോൾ ഈ വീഡിയോ നിങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരു 1 ലക്ഷത്തോളം രൂപ മാത്രമാണ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ധനം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ചികിത്സ നമുക്ക് വളരെ പെട്ടെന്ന് നടത്തിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇനി അത് ഡിലേ ആയി പോകും. കാരണം ഈ കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളൊരു കാര്യം ഒത്തിരി കടമ്പകളുണ്ട്. കാരണം നമുക്ക് തരുന്ന ഡോണറിൻ്റെ കാര്യങ്ങളും അതേപോലെ ഇത് കഴിഞ്ഞാൽ തന്നെ മാറ്റി വെച്ചാൽ തന്നെ ഒരു 6 മാസത്തിൽ കൂടുതൽ ചികിത്സയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം ഇവർക്ക് ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ധനം എന്നുള്ളത്. അപ്പം ശരിക്കും അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉള്ളൊരു കുടുംബമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഹസ്ബൻഡ് സുഖമില്ലാതെ ഒത്തിരി നാൾ കിടന്നു. അങ്ങനെയൊക്കെയാണ് ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നത്. അത് തന്നെ അല്ലെങ്കിൽ തന്നെയും സാധാരണ ഒരു കുടുംബത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഒന്ന് താങ്ങായിട്ട് നിൽക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ വരും ദിവസങ്ങളിൽ അയച്ചു തരണം. അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് രതീഷ് നാരായണൻ്റെ ചാരിറ്റിക്ക് പൈസകൾ അയച്ചു തരേണ്ട, സാമ്പത്തികങ്ങൾ അയച്ചു തരേണ്ട, സഹായസ്ഥങ്ങൾ അയച്ചു തരേണ്ട അക്കൗണ്ട് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുന്നെയാണ് ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് ശരിക്കും അന്ന് മഴയൊക്കെ ആയിരുന്നു, കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാന്ന് വെച്ചിട്ട് അത് പറ്റാതെ വന്നിട്ട് വെളിയിലിറങ്ങി എന്നിട്ടാണ് ഒരു ചെറിയ ചാറ്റൽ മഴയോടുകൂടിയാണ് ഞങ്ങൾ നിന്നത്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നല്ല ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആവും കാര്യങ്ങളൊക്കെ. എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ച് ഇത്രത്തോളം പൈസ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. അതും വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങളും കരുതുകയാണ്. കാരണം ഒരു കുടുംബത്തിന് താങ്ങാവാൻ നമ്മളെ കൊണ്ട് ചെറിയ രീതിയിൽ താങ്ങാവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളൊരു വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നൊരു കാര്യമാണ്. ഇതിനൊപ്പം ട്രസ്റ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ നിരവധി അംഗങ്ങൾ ഇന്ന് രാവിലെയും അതുകൊണ്ട് നമ്മുടെ അയിലൂരിൽ നിന്നുള്ള നമ്മുടെ വിജീഷ് വാസുവാചാര്യ അദ്ദേഹം ഇന്ന് രാവിലെ ഒരു 3000 രൂപ അയച്ചു തന്നു. കാരണം അദ്ദേഹം രാവിലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് മനുഷ്യ അത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ പോലും ഞാനിവിടെ വന്ന് രേമാജിയുടെ വീട്ടിൽ വന്ന് കയറി ചേച്ചിയുമായിട്ട് ചേച്ചിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പൈസ ഇട്ട് വന്നു. അതെന്തായാലും വലിയൊരു അനുഗ്രഹമായി. അതോടെ ചേർത്ത് നമുക്ക് കൈമാറാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇനിയും ആളുകൾ തരാൻ മനസ്സുള്ളവർ തരിക. അത് നമ്മൾ ഇതേപോലൊക്കെ ലൈവ് വീഡിയോ ഇട്ടിട്ട് അത് കൊടുക്കുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും സാങ്കേതികമായിട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. എന്തായാലും നമ്മുടെ ചേച്ചി കുടുംബം ഇപ്പോൾ പൂനെയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ പൂനെയിൽ നിന്ന് മകൻ്റെ ചെക്കപ്പിനും ഒക്കെ കാര്യമായിട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് അഡീഷണലായിട്ട് വരുന്നുണ്ട്. അതെല്ലാം മാറ്റി കൊടുക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും വേണം.
ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം. സഹായിച്ച് നല്ല രീതിയിൽ തന്നെ സഹായിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയും അത് നമ്മുടെ സർജറി നീണ്ടു പോകും. അതിനുള്ള സാഹചര്യം ഉണ്ടാകാതെ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു ഇതേപോലെ ചോറ്റാനിക്കരയുള്ളൊരു പേഷ്യൻറ്റിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ സമാഹരിച്ചിട്ട് നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ പേഷ്യൻറ്റിനെ വിളിച്ചപ്പോൾ ആ പേഷ്യൻറ്റിന് ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ടായി. നാളെ അദ്ദേഹത്തിന് ചൊവ്വാഴ്ച ദിവസം അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർജറി ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പെങ്ങള് കിട്ടി കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ വിജയകരമായിട്ട് സർജറി ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം വന്നത്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ആൻജിയോപ്ലാസ്റ്റിയാണ്. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിനൊന്നും വെറുതെ ഇരിക്കാൻ വേണ്ടി. കാരണം ഇതെല്ലാം ചെയ്തു വന്നത് വെറുതെ വെക്കും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ഇതായില്ലെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും നമ്മുടെ ട്രസ്റ്റിലെ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ്. കാരണം ഓരോരുത്തരുടെയും പേര് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഒത്തിരി താമസം വരും. കാരണം ഒത്തിരി പേരുണ്ട്. കാരണം കുറേ പേര് ചെറുതും വലുതായിട്ടൊക്കെ ഉള്ള സംഭാവനകൾ അയച്ചു തന്നാണ് ഈ ഒരു തുകയിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ അവസാന നിമിഷം ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടപ്പോൾ തന്നെ കുറേ ആളുകൾ കൂടി അതിൻ്റെ കൂട്ടത്തിൽ സംഭാവനകൾ അയച്ചു തന്ന് നമുക്കൊരു ശക്തി പകർന്നു. എന്തായാലും ഈ സംഭാവനകളൊക്കെ അയച്ചു തന്നിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള ആളുകൾക്കും ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരുടെയും പേരിലും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഇനിയും നമ്മളോടൊപ്പം ഉണ്ടാകണം. ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ലൈവ് പിന്നെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ രതീഷ് നാരായണൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അമ്മ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അമ്മയെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട മിത്രങ്ങളെയും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കുറച്ച് സമയങ്ങളെ ഉണ്ടായിരുന്നു എങ്കിലും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് മനീഷിയും എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ച് എനിക്ക് ഇത്രയും പൈസ സ്വരൂപിച്ച് തന്നു. അത് തന്ന എല്ലാ സന്മനസ്സുകൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സർവശക്തൻ എല്ലാവർക്കും മനസ്സ് തരട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ നാളെ പുറപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പെട്ടെന്ന് അദ്ദേഹം ഇവിടെ വന്ന് എനിക്കിത് തന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. അപ്പം ശരിക്കും ഈ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകം എടുത്തു വരേണ്ട ഒരാളിവിടെ ഉണ്ട്. കാരണം നമ്മുടെ ഈ സൗഹൃദവേദിയുടെ ഈ ട്രസ്റ്റിലേക്ക് പത്തനംതിട്ട ജില്ലയുടെ ഒരു അഡ്മിനായിട്ട് നമ്മളൊരു സഹോദരി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീമതി ബീന കൃഷ്ണൻ എന്നാണ് അത്. അപ്പോൾ ബീന കൃഷ്ണൻ ജോയിൻ ചെയ്തിട്ട് വളരെ കുറച്ച് ചുമതല ഏറ്റെടുത്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളായിരുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സുഹൃത്തുവലയങ്ങളൊക്കെ പറഞ്ഞ് ഒരു കാര്യത്തിന് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സംഭാവനകൾ ക്രോഡീകരിച്ച് സൗഹൃദവേദിയിലേക്ക് അതിൻ്റെ ഫണ്ടിലേക്ക് ഇടാൻ സാധിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ നമുക്ക് എടുത്തു പറയേണ്ട അപ്രീഷിയേഷൻ പിന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്തതിൻ്റെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ട്രഷറാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം കൂടെ ബിഗൻ സീനിൽ ഇപ്പം നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കൂടെ സ്ക്രീനിലേക്ക് വരികയാണ്. അദ്ദേഹവും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കർത്തവ്യം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ അതിൻ്റെ പ്രാരംഭം കുറിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇത് ഷെയർ ചെയ്യാനുള്ളവരും ഒക്കെ ഷെയർ ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ഒരു തുടർ കാര്യങ്ങളിലേക്ക് കടക്കാൻ നിങ്ങളെല്ലാവരും ഒപ്പം നിൽക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലതാവട്ടെ.